ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സോഷ്യോളജിക്കൽ തിയറികൾ ഉണ്ടാകാനിടയായിട്ടുള്ള സാഹചര്യത്തെ പറ്റിയിട്ടാണ്. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഇന്നർ ആൻഡ് ഔട്ടർ കോണ്ടെക്സ്റ്റ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ്. ഓക്കെ, അപ്പം പല രീതിയിലുള്ള പല സാഹചര്യങ്ങളാണ് ഒരു തിയറിയുടെ പിറവിയിലേക്ക് നയിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. And we have also discussed two major revolutions in the humankind, that is Industrial Revolution and also French Revolution. ഈ രണ്ട് റെവല്യൂഷൻസും ഈ രണ്ട് വിപ്ലവങ്ങളും എത്രമാത്രം ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങളാണ് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്നതിനെ പറ്റിയിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അത്തരമൊരു സാമൂഹിക സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ, ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകൾ തങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ എത്രമാത്രം സോഷ്യോളജിക്ക് നൽകി എന്നതിനെ പറ്റിയിട്ടും ബ്രീഫായിട്ട് നമ്മൾ സംസാരിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദിസ് ഈസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് അവർ ക്ലാസ് ഓഫ് യൂണിറ്റ് 1 ആൻഡ് ദിസ് ഈസ് പ്രോമിനൻസ് ഓഫ് സോഷ്യലിസം. ഓക്കെ, എന്താണ് സോഷ്യലിസം? അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ നിലനിന്നിരുന്ന ക്യാപിറ്റലിസം പോലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഐഡിയോളജിയുടെ നേരെ ക്രിട്ടിക്കായിരുന്നു സോഷ്യലിസം എന്നത്. അതായത് പ്രൈവറ്റ് ഓണർഷിപ്പിനെയും മുതലാളിത്ത വ്യവസ്ഥിതകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജി ആയിരുന്നു സോഷ്യലിസം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ സോക്കോൾഡ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകൾ ഒന്നും തന്നെ, മെജോറിറ്റി ഓഫ് ദം ഡിഡ് നോട്ട് സപ്പോർട്ടഡ് ദിസ് ടൈപ്പ് ഓഫ് സോഷ്യലിസം. അപ്പോൾ സോഷ്യലിസത്തിനെ അവർ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, വിമർശനാത്മകമായിട്ട് അവരതിനെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും കൂടെ ചെയ്തിട്ടുള്ളവരാണ്. എന്നിരുന്നാലും ചില ആളുകൾ സോഷ്യലിസത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ഈ സോഷ്യലിസത്തിൻ്റെ ഒരു പ്രോമിനൻസ് പിന്നീട് സോഷ്യോളജിക്കൽ തിയറിയെ തന്നെ മാറ്റിമറിക്കുന്ന വിധത്തിലാവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഓക്കെ, സോഷ്യലിസം എന്ന് പറയുന്നത് it was a direct critic of capitalism and was supported by some thinkers, while a majority of them were suspicious, indeed hostile to it. അധികം തിങ്കേഴ്സും ഇത്തരത്തിലൊരു പുതിയ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയ നയത്തിനോട് എതിർപ്പോ അല്ലെങ്കിൽ ശത്രുതയോ പ്രകടിപ്പിച്ചിരുന്നവരാണ്. സോക്കോൾഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ക്യാപിറ്റലിസത്തിനെ ഡയറക്റ്റായിട്ട് ചോദ്യം ചെയ്യുന്ന, നിശിദ്ധമായിട്ട് വിമർശിക്കുന്ന സോഷ്യലിസത്തിനോടൊപ്പം നിൽക്കാൻ അന്നത്തെ പ്രമുഖമായിട്ടുള്ള പല സോഷ്യോളജിസ്റ്റുകളും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു മെയിൻ ഫിഗർ ഹു സപ്പോർട്ടഡ് സോഷ്യലിസം among the sociologists was കാൾ മാർക്സ്. നമുക്കറിയാം കാൾ മാർക്സ്